അപ്പം നമ്മുടെ അടുത്ത് നമ്മുടെ ശാരിക പറഞ്ഞായിരുന്നു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കാൻ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഉള്ളി വേണം, ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ. ഗാർലിക് ഇത് ഓപ്ഷണലാണ്. ഗാർലിക്ക് താല്പര്യമുള്ളവർക്ക് ഗാർലിക്, ഇല്ലെങ്കിൽ അത് വേണ്ട. പിന്നെ നമുക്ക് ഒരു ക്യാപ്സിക്കം, അതിൻ്റെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാരറ്റ്, അതേപോലെ തന്നെ നമ്മുടെ കോൺ, സ്വീറ്റ് കോൺ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് പാസ്തയ്ക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമുക്കത് കഴിഞ്ഞ് അത് ഊറ്റിയെടുക്കാം. പിന്നെ ഉപ്പും അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് വെന്തു, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു വേവ്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് വിട്ട് വരും. ഇനി നമുക്ക് ഇതിലിടാനുള്ള നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ടേ ചെയ്യാം. അതിന് ബട്ടർ ആദ്യം ഇട്ട് മെൽറ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, കോൺ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പം അല്പം ഉപ്പും പെപ്പറും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാം. നമ്മുടെ മെൽറ്റായ ബട്ടറിലോട്ട് ഗാർലിക് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞത്. ഗാർലിക് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമേ. ഗാർലിക്കൊക്കെ നന്നായിട്ട് മൂത്തു. അപ്പോൾ നമുക്ക് 1 സ്പൂൺ മൈദ ആദ്യം ഇട്ട് കൊടുക്കാം, പിന്നെ 1 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. 500 ml പാക്കിൽ നിന്ന് ഞാൻ 3/4 എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവസാനം ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്കിനി വെജിറ്റബിൾസും പാസ്തയും ആഡ് ചെയ്ത് കൊടുക്കാം. എരിക്ക് വേണ്ടി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ ചീസ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 2 ചീസ് ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് ചീസ് സ്ലൈസും ആവാം, എന്താണോ അവൈലബിൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ആവശ്യാനുസരണം. ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ പാസ്ത റെഡി. നമ്മുടെ ക്രീമി ചീസി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പം ശാരിക ഇത് ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.